ഹായ് മക്കളെ, കേരളത്തിലെ ഏറ്റവും നമ്പർ 1 ആയിട്ടുള്ള റിപ്പീറ്റർ സൂപ്പർ റിപ്പീറ്റർ ബാച്ച് ആയിട്ടുള്ള ഫിനിക്സ് ബാച്ചിലെ ലോഞ്ചിലേക്കാണ് നമ്മൾ കടക്കാൻ വേണ്ടി പോകുന്ന മക്കളെ. ഫിനിക്സ് ബാച്ചിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ഇയർ ആയിക്കോട്ടെ, ഈ ഇയർ ആയിക്കോട്ടെ, ഏറ്റവും കൂടുതൽ MBBSകൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു ബാച്ചാണ് ഫിനിക്സ് ബാച്ച് എന്ന് പറയുന്നത്. ആർക്ക് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടി അവർ എക്സ്ക്ലൂസീവായിട്ട് വരുന്ന ഒരു ബാച്ചാണ് ഫിനിക്സ് ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകതകൾ, പിന്നെ നിങ്ങൾക്ക് കൂടുതൽ വേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ എത്ര നീറ്റ് സ്കോറിനായിരിക്കും സൈലത്തിൽ സ്കോളർഷിപ്പ് ഉണ്ടാകുക, അതുപോലത്തുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഇതിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് പറയാൻ വേണ്ടി പോകുന്നത്. അവസാനം വരെ കാണുക. എന്നിട്ട് നിങ്ങൾ കോൺഫിഡൻ്റ് ആണെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, അത് ചൂസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഞാൻ എന്ത് ചെയ്യുള്ളൂ, നിങ്ങളോട് പറയുള്ളൂ, നമുക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടി. അപ്പോൾ ആദ്യമേ മാർക്ക് കുറഞ്ഞ ആളുകൾക്ക് ലൈക്ക് മോട്ടിവേഷൻ അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊന്നും അല്ല ഞാൻ പോകുന്നത്, നിങ്ങളോടൊന്നേ ഞാൻ പറയുന്നുള്ളൂ. അതായത് മക്കളെ, നിങ്ങൾ 2 തവണ എഴുതിയിട്ടാണോ ഡോക്ടറായത്, 3 തവണ എഴുതിയിട്ടാണോ ഡോക്ടറായത്, ഇതൊന്നും ആരും ചോദിക്കാൻ വേണ്ടി പോകുന്നില്ല. നിങ്ങളതിൽ പാഷനേറ്റ് ആണ്, നിങ്ങൾക്കത് നേടിയെടുക്കാൻ വേണ്ടി പറ്റും. കഴിഞ്ഞ തവണ വന്ന പരാജയം എന്താണെന്ന് നിങ്ങൾക്ക് തിരിച്ച് അറിഞ്ഞിട്ട് ആ പരാജയം ഈ വർഷം നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ പറ്റുമെന്നുള്ള 100% കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ കയറിപ്പോരും. ഉണ്ടെങ്കിൽ മാത്രമേ വരാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ വേറെ ഏതെങ്കിലും കോഴ്സിലേക്ക് പോവുക, പാർഷ്യൽ ഡ്രോപ്പോ ഒരു ചാൻസ് അല്ലാതെ എടുക്കുക. കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും. റിപ്പീറ്റ് ചെയ്താൽ എൻ്റെ പ്രശ്നം ഇതായിരുന്നു, എനിക്ക് ഈ സമയത്ത് ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്തത് വേണ്ടായിരുന്നു, അത് പറ്റിപ്പോയത്, അല്ലെങ്കിൽ ഞാൻ ഇത് ചൂസ് ചെയ്തുകൊണ്ടാണ് എനിക്കത് പറ്റാതെ പോയത്, ഇത് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് കിട്ടും എന്നുള്ള തോന്നൽ നിങ്ങൾക്കുണ്ട്, അതെനിക്ക് ഈ വർഷം ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ള കോൺഫിഡൻ്റ് ആണ് നിങ്ങളെങ്കിൽ ചൂസ് ചെയ്തെങ്കിൽ പോര്. ഫിനിക്സ് ആണ് അതിന് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. ലൈക്ക് 100% നിങ്ങൾക്ക് റിസൾട്ട് ഉറപ്പിക്കാൻ പറ്റുന്നൊരു ബാച്ചാണ്. അതിൽ ഒരുപാട് പ്ലാനുകളാണ് ഈ വർഷം സൈലം എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് തരാൻ വേണ്ടി പോകുന്നത്. നമുക്ക് അതിലേക്ക് എന്ത് ചെയ്യാൻ പോകാം. പക്ഷേ സൈലത്തിന് ഇപ്പോൾ ടോപ്പ് സ്കോർ എടുത്തു കഴിഞ്ഞാൽ 2 പേരുണ്ട് ഈക്വലായിട്ട്. ലൈക്ക് ഒരാൾ ഫിനിക്സിൽ നിന്നാണ്, ഒരാൾ എന്താണ് നോർമൽ ഈ പറഞ്ഞ പോലെ വീരയിൽ നിന്നാണ്, ആൻഡ് ടോപ്പ് ഫ്രം ധീര ഓൾസോ ഉണ്ട്. ബട്ട് ഒരു 2-3 മാർക്കിൻ്റെ കുറവിലാണ്. പക്ഷേ ഈ പറഞ്ഞ ആളുകൾ എല്ലാവരും 700+ എന്ത് ചെയ്തിട്ടുണ്ട്, എത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക, മുമ്പോട്ട് പോവുക. റെഡി? അപ്പം ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിപ്പീറ്റേഴ്സ്, സൂപ്പർ റിപ്പീറ്റേഴ്സ്. പക്ഷെ അവരോട് എനിക്ക് മോട്ടിവേഷനേക്കാളൊക്കെ പറയേണ്ട ഒരു കാര്യമുണ്ട് മക്കളെ. നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ ആദ്യത്തെ മൈൻഡ് സെറ്റിൽ പോകുന്ന അതേ മൈൻഡ് സെറ്റിൽ തന്നെ എന്തിനാണ്, മൈൻഡ് സെറ്റാണ് ഞാൻ പറയുന്നത്. നോളജ് നിങ്ങൾ അവരെക്കാളൊക്കെ മുമ്പിലായിരിക്കാം, പക്ഷെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് അതേ മൈൻഡ് സെറ്റിൽ വരണം. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ, നിങ്ങൾക്കിപ്പം ഒരു 500 മാർക്ക് കിട്ടിയ ആളാണ്, നിങ്ങൾക്ക് എത്തേണ്ടത് 720 720 ഉറപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഈ വർഷം സൈലം ഇറങ്ങുന്നത്. റെഡി? അതിനകത്തുനിന്ന് 1-2 ക്വസ്റ്റ്യനിൽ പുറകോട്ട് പോയിട്ടുണ്ടെങ്കിലും ഈ വർഷം കിട്ടാത്ത ആളുകൾ, കുറച്ച് ആളുകൾ ഈ പറഞ്ഞ 700+ എത്തിയെങ്കിൽ 720 ഞങ്ങൾ എത്തിയിട്ടില്ല. 3ാമത്തെ വർഷമേ ആയിട്ടുള്ളൂ. ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് അതിൽ. 3ാമത്തെ വർഷത്തിൽ അവിടെ എത്തിയെങ്കിൽ അടുത്ത വർഷം നമ്മൾ 720 എത്താൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട്, നമ്മളത് എത്തിയിരിക്കും. അപ്പോൾ ഇതിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ, നിങ്ങൾക്ക് ഈ 500 മാർക്കിൽ നിന്ന് ഇവിടേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ അടുത്ത പരീക്ഷയ്ക്ക് 220 വാങ്ങിയാൽ പോരാ, നിങ്ങൾ എവിടെ നിന്ന് തന്നെ എത്തണം, 0യിൽ നിന്ന് തന്നെ ഇവിടെ എത്തണം. സോ അപ്പം നിങ്ങൾ ഈ വാങ്ങിച്ച മാർക്ക് നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങളുടെ മനസ്സിൽ കയറിയിട്ട് എനിക്ക് ഇത്ര കിട്ടി, എനിക്ക് ഇത്രയും കൂടെ മതി എന്നല്ല. ഫ്രം ദി 0യിൽ നിന്ന് നിങ്ങൾ എവിടെ എത്തണം, 720 എത്തണം. ആ ഒരു ബോധ്യം എന്ത് ചെയ്യണം, മനസ്സിൽ ഉണ്ടാവണം. ആ മൈൻഡ് സെറ്റ് വേണം വരാൻ. ഞാൻ എല്ലാം ഒന്നും കൂടെ ഞാൻ പഠിക്കണം. ചില ആളുകൾക്ക് റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് തോന്നുന്നു, ഇതൊക്കെ ഞാൻ പഠിച്ചാണല്ലോ, വീണ്ടും എന്തിനാ കേൾക്കണം. അങ്ങനെയല്ല, പല തവണ വീണ്ടും കേൾക്കണം. റിവിഷൻ ഇല്ലായ്മ തന്നെയാണ് പലർക്കും എന്ത് ചെയ്യുന്ന പരാജയത്തിന് കാരണമാകുന്നത്. അവസാനം എല്ലാം കൂടെ ബാക്ക്ലോഗ് വന്നിട്ട് റിവിഷൻ ചെയ്യാൻ പറ്റാതെ പരാജയപ്പെടുന്നതാണ് മെജോറിറ്റി ആളുകൾ. അപ്പോൾ ആ റിവിഷന്റെ പോരായ്മകളും ഈ പറഞ്ഞ ആദ്യ തവണ വീണ്ടും പഠിക്കുമ്പോൾ ആദ്യ തവണ പഠിക്കുന്ന പോലെ തന്നെ എന്ത് ചെയ്യണം, നിങ്ങൾ അത്രയും ആത്മാർത്ഥമായിട്ട് എഫേർട്ട് എടുത്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, 720 എന്ന ഒരു മാജിക് നമ്പറിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി പറ്റൂ. അതിനാണ് നമ്മൾ ഇത്തവണ എന്ത് ചെയ്യുന്നത്, ശ്രമിക്കുന്നത്. സോ അതിൽ സൈലം 700-ൽ നിന്ന് 10ഓളം 700+ലേക്ക് എത്തിക്കഴിഞ്ഞു. റെഡി? അപ്പം ഇത് ഇപ്പം പുതിയ കീ വന്നപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ പോലെ ആറ്റംസിൻ്റെ ഒരു ചോദ്യം എങ്കിൽ പോലും 700ൽ ഞങ്ങൾക്ക് എണ്ണത്തിൽ ഒരു മാറ്റവുമില്ല. റെഡിയല്ലേ? അപ്പോൾ അത് അത്രയും കുറച്ച് ആളുകൾ 700ൽ നിന്ന് 699, 998 ആയി ചില ആളുകൾ. സോ പക്ഷേ 700+ ഈ പറഞ്ഞ നമ്മൾ അത്രയും പറഞ്ഞ നമ്പർ തന്നെ ആദ്യം ഇട്ട വീഡിയോയിലുള്ള ആളുകൾ തന്നെ അവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. അത്ര അധികത്തിലേക്ക് 0യിൽ നിന്ന് സൈലം എത്തിയത് ഈ കഴിഞ്ഞ വർഷം എടുത്ത എഫേർട്ടാണ്, അക്കാഡമിക് പ്ലാനാണ്, അക്കാഡമിക് സ്ട്രക്ചറാണ്. അതെന്താണെന്നുള്ള കൃത്യമായി നിങ്ങളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് നമുക്ക് മുമ്പോട്ട് പോകാം. അപ്പോൾ ആർക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, കോഴ്സ് ഹൈലൈറ്റിലേക്കാണ് പോകുന്നത്. ഹൈബ്രിഡ് മോഡൽ തന്നെയായിരിക്കും ഫിനിക്സ് ബാച്ച്. ഹൈബ്രിഡ് മോഡൽ തന്നെയാണ് നമ്മൾ പോവുക, അതിലൊരു സംശയം വേണ്ട. നിങ്ങൾക്ക് പഠിക്കാൻ കൃത്യമായ സമയം കിട്ടുന്നു എന്നുള്ളതാണ് ഈ ഹൈബ്രിഡ് മോഡലിൻ്റെ വിജയം എന്ന് പറയുന്നത്. പഠിക്കാൻ നിങ്ങൾക്ക് ആദ്യമേ സമയം തരും, കൃത്യമായിട്ടുള്ള മെറ്റീരിയൽ, അതായത് അടിപൊളി മെറ്റീരിയൽ നിങ്ങൾക്കായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കാത്തിരിക്കുന്നുണ്ട്.
അത് നീറ്റ് ആയിക്കോട്ടെ JEE ആയിക്കോട്ടെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ബുക്കിലെറ്റ് അല്ല, 2 പാഠം ഒരു ബുക്കായിട്ടാണ് നമ്മൾ ഇത്തവണ ഇരിക്കുന്നത്. 2 പാഠം കുറച്ചും കൂടെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി, എളുപ്പത്തിന് വേണ്ടി. അപ്പം അതിൽ നിങ്ങൾക്ക് എഴുതാനുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ഉണ്ടാകും. ഇതിൽ നിന്നാണ് ഇത്തവണത്തെ എല്ലാ നീറ്റ് ക്വസ്റ്റ്യനും വന്നിട്ടുള്ളത്. ഈവൻ റോളിംഗ് മോഷൻ ഔട്ട് സിലബസ് ആണെന്ന് പറഞ്ഞ ചോദ്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പഠിപ്പിക്കായിരുന്നു, നമ്മളെല്ലാം പഠിപ്പിച്ചു. അപ്പം അതുവരെ ആ ചോദ്യം വരെ എല്ലാം ഇതിൽ നിന്നുണ്ട്. ഞാൻ അതിൻ്റെ വീഡിയോ ബാക്കി ഓരോ ദിവസങ്ങളായിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. ഞാൻ 2-3 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ബാക്കിയെല്ലാം ഓരോ ദിവസങ്ങളായിട്ട് വരും. ഇതിൽ നിന്ന് തന്നെയാണ് ചോദ്യം വന്നത്. ഇവിടെ പഠിച്ചവർക്കറിയാം ഇതിൽ നിന്ന്, അല്ലെങ്കിൽ ഇതേ പാറ്റേണിൻ്റെ ന്യൂമറിക്കൽ മാറ്റിയിട്ടുള്ള ചോദ്യങ്ങളാണ് എന്ത് ചെയ്തിട്ടുള്ളത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യും തരും, ഇത് തീർക്കാമെന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾ ക്ലാസ് കണ്ട് പഠിച്ചു വരും. രാവിലെ നിങ്ങൾക്ക് എക്സാം ഉണ്ടാകും. നിങ്ങളുടെ എക്സാം എന്ന് പറഞ്ഞാൽ കുറച്ച് ഹയർ ലെവൽ എക്സാം ആയിരിക്കും രാവിലെ ഉണ്ടാകുക. അപ്പോൾ ആ എക്സാം നിങ്ങൾ എന്ത് ചെയ്യും, പിറ്റേ ദിവസം രാവിലെ ഡെയിലി എക്സാം എഴുതും. ഡെയിലി എക്സാം എഴുതി കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുക, ഓഫ്ലൈൻ ക്ലാസ്സിൽ കയറുക. ഓഫ്ലൈൻ ക്ലാസ്സിൽ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യമേ DPPയിലെ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഹയർ ഓർഡർ തിങ്കിങ് സ്കിൽസിൻ്റെ ക്വസ്റ്റ്യൻസും സെപ്പറേറ്റ് ആയിട്ട് ഫിനിക്സ് ബാച്ചിൽ ഇത്തവണ ചെയ്യുന്നുണ്ട്. ഹയർ ഓർഡർ തിങ്കിങ് സ്കിൽ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നുണ്ട് ഇത്തവണ നമ്മൾ അഡീഷണലായിട്ട് എല്ലാ ദിവസവും എന്ത് ചെയ്യും, നിങ്ങളെ DPP ക്വസ്റ്റ്യൻസ് കഴിഞ്ഞാൽ ഹയർ ഓർഡർ തിങ്കിങ് സ്കിൽസും കൂടെ ചെയ്യിക്കുക, കൂടുതൽ ചോദ്യങ്ങൾ വർക്കൗട്ട് ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ വർഷത്തെ എയിം എന്ന് പറയുന്നത്. റെഡിയല്ലേ ഫിനിക്സ് ബാച്ചിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഒരു വാല്യൂ അഡീഷൻസ് ഒരുപാട് നടക്കുന്നുണ്ട് ഈ ബാച്ചിനകത്ത്. അതെന്താണെന്ന് ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങളോട് പറയും. റെഡിയല്ലേ? ഏറ്റവും ബെസ്റ്റ് ഫാക്കൽറ്റി, ഞാൻ പറയേണ്ട ആവശ്യമില്ല, ദ ബെസ്റ്റ്. ഓക്കെ, ഡൗട്ട് ക്ലിയറൻസ് ആയിക്കോട്ടെ, ക്ലാസ് എടുക്കാൻ ആയിക്കോട്ടെ, അത്രയധികം സപ്പോർട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കൂടെ ഉണ്ടാകുക. അതിലൊരു സംശയം വേണ്ട. ഓഫ്ലൈനിൽ നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് ഇങ്ങോട്ട് പോരാം. ആൻഡ് ഈ വർഷം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, നിങ്ങൾക്കറിയാം ഡെയിലി എക്സാം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഡെയിലി എക്സാം പറഞ്ഞു, ഹൈബ്രിഡ് മോഡൽ. പിന്നെ ഉള്ളത് വീക്കിലി എക്സാംസ് ആണ്. പിന്നെയുള്ളത് ചാപ്റ്റർ വൈസ് എക്സാം ഉണ്ടാകും. എല്ലാ ഡെയിലി എക്സാം ഉണ്ട്, എല്ലാ വീക്ക് ആകുമ്പോഴും എക്സാം ഉണ്ട്. പിന്നെ ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും ചാപ്റ്റർ വൈസ് എക്സാംസ് ഉണ്ടാകും. ഇത് കൂടാണ്ട് സൈലം ഈ വർഷം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പുതിയൊരു എക്സാം സീരീസ് ആണ് മന്ത്ലി NCERT ബേസ്ഡ് മന്ത്ലി എക്സാം. NCERT അരിച്ചു കലക്കി ആ മാസം നിങ്ങൾ പഠിച്ച NCERTയിൽ നിന്ന് ഡയറക്റ്റ്ലി ക്വസ്റ്റ്യൻസ്, NCERT എക്സസൈസുകളിൽ നിന്ന് ക്വസ്റ്റ്യൻസ്, NCERT സ്റ്റേറ്റ്മെന്റ് വെച്ച് ക്വസ്റ്റ്യൻസ്, NCERTയിൽ നിന്ന് മാത്രമുള്ള എക്സാം എല്ലാ മാസവും. ഇതൊരു അഡീഷണൽ ഫീച്ചേഴ്സ് ആണ് നമ്മൾ ഈ വർഷം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന NCERT ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന എക്സാം എന്ന് പറയുന്നു. റെഡി? അത് കഴിഞ്ഞാൽ നമുക്ക് വരുന്നതാണ് GIBs. റെഡിയല്ലേ? എല്ലാ മാസവും GIBയും വരുന്നുണ്ട്. കൂടാണ്ട് തീരുമ്പം നമ്മുടെ GIB പ്രീ നീറ്റ് ആയിട്ട് വരും. നിങ്ങൾക്കറിയാം എല്ലാ മാസവും ഉണ്ട്, നീറ്റിനോട് അടുപ്പിച്ചും GIB ഉണ്ട്. കൂടാണ്ട് ഇത്തവണ എന്തുണ്ട്, ഓൾ ഇന്ത്യ എക്സാം കഴിഞ്ഞ തവണ നമ്മൾ നടത്തി AITS, അതായത് ഓൾ ഇന്ത്യ, അതായത് നമ്മൾ PWന്റെ പ്ലാറ്റ്ഫോമിൽ അവിടുത്തെ കുട്ടികൾ നമ്മളുമായിട്ട് കോമ്പീറ്റ് ചെയ്തിട്ട് ആ ലെവൽ ക്വസ്റ്റ്യൻസും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ പോലെ ആ ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും. അതും നിങ്ങൾ എന്ത് ചെയ്യുന്നു, പ്രാക്ടീസ് ചെയ്യിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യും. അതിലൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട. അത് ഓഫ്ലൈനിലും ഉണ്ടാകും, ഓൺലൈനും ഉണ്ടാകും AITS. റെഡി? ഇനി അടുത്തത് സൈലം ടാബ് നിങ്ങൾക്ക് ഉണ്ടാകും, ലോക്ക്ഡ് ആയിട്ടുള്ള ടാബ്. അതിനകത്ത് നിങ്ങൾക്ക് വേറൊരു ആക്സസും ഉണ്ടാവില്ല. ആ ഒരു കാര്യം കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ദെൻ ലേണിംഗ് ആപ്പ് ഉണ്ടാകും. അതിൽ നിന്നാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, കാര്യങ്ങൾ മനസ്സിലാക്കി പോകുന്നത്. മെൻറ്റർഷിപ്പ്, അതാണ് ഏറ്റവും ബെസ്റ്റ് ആക്കാൻ സൈലം ഈ വർഷം വർക്ക് ചെയ്യുന്ന കാര്യമെന്ന് പറയുന്നത്. ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും മെൻറ്റർഷിപ്പ് ഇത്തവണ. അത്രയും അധികം എഫേർട്ട് എടുക്കുന്ന ഒരു കൂട്ടം ആളുകളെ സോർട്ട് ചെയ്ത് ലെയർ ചെയ്താണ് 3-ാമത്തെ വർഷം കഴിയുമ്പോൾ 4-ാമത്തേലേക്ക് എത്തുമ്പോൾ സൈലം നിങ്ങൾക്കായിട്ട് ഇവിടെ ഉള്ളത്. അവർ നിങ്ങളുടെ കൂടെ ഉണ്ടാകും, ഒരു സംശയവും വേണ്ട. ആൻഡ് റൈറ്റ്, സ്റ്റഡി മെറ്റീരിയലിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സൈലത്തിൻ്റെ എല്ലാ DPPയും കളേർഡ് ആയിട്ടുള്ള DPP ഈ DPPയിൽ നിന്നാണ്. അതായത് ഈ DPP നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും ഉണ്ടാകും. റൈറ്റ്? സോ ഇപ്പം ആദ്യത്തെ പാഠങ്ങളാണ് ഈ കാണുന്ന. ആദ്യത്തെ നിങ്ങൾക്ക് മൊഡ്യൂളുകളാണ്. അതിൽ ഫണ്ടമെൻ്റൽ മെറ്റീരിയൽ ഉണ്ട്, ഫണ്ടമെൻ്റൽസ് ഉണ്ട്. അത് നിങ്ങൾക്ക് ആവശ്യമില്ല. കാര്യം അത് ഈ പറഞ്ഞ പോലെ ബേസിക് കാര്യങ്ങൾ നമ്മുടെ നോർമൽ റിപ്പീറ്റർ ബാച്ചിലുള്ളതാണ്. റിപ്പീറ്റേഴ്സിൽ ഫണ്ടമെന്റൽസ് നമ്മൾ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. കാര്യം നിങ്ങൾക്ക് അത് അറിയാം, ബേസിക് ആയിട്ട് കൂട്ടാനും കുറയ്ക്കാനും റൂട്ട് എടുക്കാനും ഒക്കെയുള്ള. ബാക്കി ക്ലാസ് റൂമിൽ എന്ത് ചെയ്യും, എടുക്കുന്ന സമയത്ത് പഠിക്കും. ബാക്കി ഫിസിക്സ് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ കെമിസ്ട്രി, ബയോളജിയുടെ, സുവോളജി, ബോട്ടണിയുടെ ബുക്കുകളാണ് നിങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യുക, തരിക. അതിനനുസരിച്ചായിരിക്കും പോവുക. കൂടെ എക്സ്ട്രാ NCERT പഞ്ച് എന്ന് പറഞ്ഞൊരു മെറ്റീരിയൽ ഇത്തവണ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്കായിട്ട് തരുന്നുണ്ട്. ഫുൾ അതിനകത്ത് എന്ത് ചെയ്യും, ഈ പറഞ്ഞ മെറ്റീരിയലിനകത്ത് തന്നെ എല്ലാ ക്വസ്റ്റ്യൻസും കവർ ചെയ്യുന്ന രീതിയിലായിരിക്കും. NCERT ഉൾപ്പെടെ ആൻഡ് പ്രീവിയസ് ഇയർ കംപ്ലീറ്റും എല്ലാം വരുന്ന രീതിയിൽ NCERT പഞ്ചായിരിക്കും ഇത്തവണ നിങ്ങൾക്ക് തരാൻ വേണ്ടി പോകുന്നത്. റെഡി? അപ്പം നമ്മൾ മെറ്റീരിയലിലേക്ക് കടന്നു. ഇനി നമുക്ക് വേണ്ട മൈൻഡ് മാപ്പൊക്കെ ഓഫ് കോഴ്സ് ഉണ്ടാകും. സൈലത്തിൻ്റെ മൈൻഡ് മാപ്പ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഒരു പേജിൽ ഒരു ചാപ്റ്റർ. ഇനി ആർക്കൊക്കെയാണ് ഇത്തവണത്തെ നീറ്റ് സ്കോർ ബേസ് ചെയ്തിട്ടുള്ള സ്കോളർഷിപ്പാണ് നമ്മൾ ഈ പറയാൻ വേണ്ടി പോകുന്നത്. അതിൽ സ്കോളർഷിപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഫസ്റ്റ് ചാൻസിൽ ക്രാക്ക് ചെയ്തവർക്ക് ഇതാണ് ഫസ്റ്റ് ചാൻസ് എഴുതി കഴിഞ്ഞവർക്ക് അവിടെ നീറ്റ് സ്കോർ വെച്ചിട്ട് ഇത്രയും ഓപ്ഷൻസ് ഉണ്ട്. ഫസ്റ്റിലെ ഇപ്പം നീറ്റ് എഴുതിയ ആളുകൾക്ക് അവർക്ക് ഇത്രയുമാണ്. ആദ്യം +2 കഴിഞ്ഞുള്ളൂ ഫസ്റ്റ് ചാൻസിൽ നീറ്റ് എഴുതിയപ്പോൾ ഈ സ്കോറുകൾ വന്നവർക്ക് ഇതാണ് നിങ്ങളുടെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം നിങ്ങൾക്ക്. അതായത് 500 മുകളിലുണ്ടെങ്കിൽ ഫസ്റ്റ് ചാൻസ് ആണെങ്കിൽ ഇപ്പോൾ +2ൻ്റെ കൂടെ എഴുതിയിട്ട് 500 മുകളിൽ സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ഫ്രീ ഉണ്ടാകും.
ഇനി ഫസ്റ്റ് റിപ്പീറ്റ് ആണെങ്കിൽ 550 മാർക്കിന് മുകളിലാണ് ഫുൾ ഫ്രീ ഉണ്ടാകുക. സെക്കൻഡ് റിപ്പീറ്റ് ആണെങ്കിൽ 580 മാർക്കിന് മുകളിലാണ് എന്ത് നമ്മൾ ഈ പറഞ്ഞ സ്കോളർഷിപ്പ് കൊടുക്കുന്നത്. അപ്പം ഇവർക്ക് ഈ പറഞ്ഞ പോലെ ഇവർ ആദ്യ തവണ എഴുതിയതിൻ്റെ ഒരു ഈ പറഞ്ഞ പോലെ കൺസിഡറേഷനാണ് നമ്മളവിടെ കൊടുക്കുന്നത്. ബാക്കി മാർക്കിനനുസരിച്ചുള്ള ഈ പറഞ്ഞ പെർസെൻറ്റേജ് നിങ്ങൾക്ക് ഇവിടുന്ന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നിങ്ങൾക്ക് ഇവിടുന്ന് കാണാൻ വേണ്ടി പറ്റും. ഇതിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ 472/470 100% എന്ന് പറഞ്ഞാൽ കോഴ്സ് ഫീ ആണ്. കോഴ്സ് ഫീയിലാണ് 100% ഇതുള്ള. ഇത് കോഴ്സ് ഫീയും ഉണ്ട് അതിനോടൊപ്പം തന്നെ എന്തുകൊണ്ട് ഹോസ്റ്റലുമുണ്ട്. റെഡിയല്ലേ? ഹോസ്റ്റലും കോഴ്സ് ഫീയും 100% എന്തായിരിക്കും, ഫ്രീ ആയിരിക്കും. ഇവിടെ കോഴ്സ് ഫീ ഫ്രീ ആയിരിക്കും. അടുത്തൊരു മാർക്ക് റേഞ്ച് വെച്ചിട്ട് ആ ഒരു കാര്യം അങ്ങനെ തന്നെ മനസ്സിലാക്കി പോവുക. സോ അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഈ പറഞ്ഞ സ്കോളർഷിപ്പ് എന്ന് പറയുന്നത്. എന്നാണ് തുടങ്ങുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് ബാച്ച് ജൂൺ 10 സ്റ്റാർട്ട് ചെയ്യും. നേരത്തെ തുടങ്ങുകയാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നില്ല. പരിപാടി ടക്ക് 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 എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്, തുടങ്ങാൻ വേണ്ടി പോവാണ്. സീറ്റ്സ് വേഗം ഫില്ല് ചെയ്യും. വളരെ ലിമിറ്റഡ് സീറ്റ്സാണ് ഫിനിക്സിലുള്ളത്. ഇപ്പം തന്നെ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. 6009 100 300. എല്ലാ സെൻറ്ററിലും ഉണ്ടാവുമേ. കോഴിക്കോട്, കോട്ടയം, തൃശ്ശൂർ, ട്രിവാൻഡ്രം സെൻറ്ററുകളിൽ നിങ്ങൾക്ക് ഫിനിക്സ് ബാച്ച് ഉണ്ട്. ഇതാണ് നമ്പർ 6009 100 300 എന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. എന്നിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇങ്ങ് കയറിപ്പോര്, നമ്മൾ സെറ്റാക്കിക്കോളും. അപ്പം കോൺഫിഡൻ്റ് ആണെങ്കിൽ വേറെ ഒന്നും നോക്കണ്ട, ഫിനിക്സ് ബാച്ച് തന്നെ ചൂസ് ചെയ്യുക. അടിപൊളിയായിട്ട് ഇങ്ങ് പോവുക. തകർത്ത് നമ്മൾ എന്ത് ചെയ്യും, ഇത്തവണ 720 അടിച്ചിരിക്കും. അതിൽ നിങ്ങൾക്ക് ഫുൾ കോൺഫിഡൻസ് ആയിട്ട് തന്നെ വരാം. ഞങ്ങളുടെ മാക്സിമം സപ്പോർട്ട് ഉണ്ടാകും. ഓൾ ദി ബെസ്റ്റ് ഗൈസ്.